ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും 11 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മാരാരിക്കുളത്തുള്ള മാരാരി ബീച്ചിലാണ്. എവിടെ പോയാലും ഒരാൾ എപ്പോഴും സ്ഥിരം പല്ലവി തന്നെ, ഉറക്കം. ഞങ്ങളൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടം തേടിയുള്ള അലച്ചിലാണ് ഞങ്ങൾ. ഇപ്പൊ കടപ്പുറം വരെ അവസാനം കണ്ടുപിടിച്ചു ഗൈസ് ഞങ്ങളുടെ ഹോം സ്റ്റേ, സീസ്കേപ്പ് വില്ലാസ്. കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. ഇനി ബാക്കി അകത്ത് കയറിയിട്ട് പറയാം. ATDC വാട്ടർ സ്കേപ്സിൽ നിന്നും സീസ്കേപ്പിലേക്ക് വന്നപ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഗൈസ്. പക്ഷേ ഇവിടവും കൊള്ളാം, ഒരു എസ്തെറ്റിക് ലുക്ക് ഉണ്ട്. നമ്മൾ എസ്തെറ്റിക് ലുക്ക് വിട്ട് ഒരു കളി. ഇവിടുത്തെ ഈ വരാന്തയും ലോണും ഓപ്പൺ ഡൈനിങ് സ്പേസും കിടന്നു വരുന്നു ആടാൻ പറ്റിയ ഊഞ്ഞാലുകളും എല്ലാം വേറൊരു വൈബ് തന്നെ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം, ഒരു ക്യൂട്ട് റൂം തന്നെ. ഡൈനിങ് സ്പേസിന്റെ തൊട്ടടുത്തുള്ള റൂമാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് വലിയൊരു ഗുണം ഉണ്ടായി, അത് ഞാൻ വഴിയെ പറയാം. ഇദ്ദേഹം പിന്നെ പറയണ്ടല്ലോ, ഉറക്കത്തോട് ഉറക്കം. റൂമിന്റെ വേറൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ TV ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഫ്രണ്ടിലത്തെ കർട്ടൻസ് മാറ്റിയാൽ ആ ലോണിന്റെ വ്യൂ നമുക്ക് അപ്പാടെ കിട്ടും. അതൊരു നല്ല രസം. ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിരുന്നു, പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടു. ഞങ്ങൾ അങ്ങനെ സെറ്റിൽ ആയി കഴിഞ്ഞ് ഒരു 4-4:30 ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. ഉണർന്ന യുവിക്കുട്ടനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് അബിയുടെ പുതിയ ട്രിക്ക്. എന്തോ ഭാഗ്യത്തിന് അത് ഏൽക്കുകയും ചെയ്തു. അങ്ങനെ പാവം യുവിയും കിടത്തി ഉറക്കി പതുക്കെ റൂമിന്റെ ഡോർ അടച്ച് പുറത്തിറങ്ങി കാറ്റും കൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഞങ്ങൾ അങ്ങനെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് 2 ബിരിയാണിയും കഴിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് ഫ്രഷനപ്പ് ആയി ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ബീച്ച് ചെലവ്. ഈ ഒരു ബീച്ച് വൈബിൽ നല്ല ചൂടുള്ള ചായയും ബജ്ജി കഴിക്കുമ്പോഴുള്ള ഒരു സുഖം എൻ്റെ സാറേ. ആ ദൂരെ കാണുന്നത് അംബ്രല്ലാസ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാം. പക്ഷെ ഇത് റെന്റബിൾ ആണ്. 1 മണിക്കൂറിന് 100 രൂപ. പക്ഷെ ഈ മണലിലിരുന്ന് കാറ്റ് കൊള്ളുന്ന അത്രേ സുഖം കിട്ടുമോ ഇതിന്? എന്ത് ചെയ്യാം, സാഹചര്യത്തിന്റെ സമ്മർദ്ദം തന്നെ. അബി പിക്സ് ഒക്കെ എടുക്കാൻ പോയപ്പോൾ ഞാനും യുവിക്കുട്ടനും പീസ്ഫുൾ സോങ്സ് ഒക്കെ കേട്ട് കുറേ നേരം ചില്ല് ചെയ്തിരുന്നു. എനിക്ക് തൊണ്ടവേദന ആയിരുന്നെങ്കിലും ഞാൻ നിർബന്ധം പിടിച്ചപ്പോൾ അബി എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തന്നു. ഞങ്ങൾ അങ്ങനെ ഐസ്ക്രീമും തുണഞ്ഞ് കാറ്റും കൊണ്ട് വളരെ പീസ്ഫുള്ളായി ചക്രവാളത്തിലേക്ക് ഒളിക്കുന്ന സൂര്യനെ നോക്കി അങ്ങനെ ഇരുന്നു. സത്യം പറയാലോ, സന്ധ്യയായത് ഞങ്ങൾ അറിഞ്ഞില്ല. ഒരു 7 മണിയോടെ ബീച്ചിൽ നിന്നിറങ്ങി അടുത്തുള്ള റിലേറ്റീവിന്റെ വീട്ടിൽ പോയി ഫുഡും കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ 9 മണി. അപ്പോഴേക്കും യുവി നല്ല ഉറക്കായി. അവനെ റൂമിൽ കിടത്തി പുറത്തിറങ്ങി വല ഊഞ്ഞാലിൽ കിടന്ന് ഇത്തിരി നേരം ആടാമെന്ന് കരുതി ചെന്നപ്പോഴേക്കും ദാ അവിടെ ഒരാൾ നേരത്തെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഊഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. കൊച്ചിയിലെ പാർക്കിലും റിസോർട്ടുകളിലും മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ വീട്ടിൽ സ്വന്തമായി ഒരെണ്ണം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇത് എപ്പോ കണ്ടാലും ഭയങ്കര നൊക്ലാച്ചിയാണ്. കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എത്തി. അപ്പവും കടലക്കറി. തരക്കേടില്ലായിരുന്നു. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. ഡൈനിങ് സ്പേസിന്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഗുണം ഇതാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ യുവിക്കുട്ടനെ വാച്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഡെലിവറിക്ക് ശേഷം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ വളരെ സമാധാനമായി ഫുഡ് കഴിച്ചു. വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതാണ് അഭിരാം ശേഖർ, മിസ്റ്റർ ക്ലീൻ. ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇതാണ്. ഇവര് മിക്കവാറും ഇയാളെ ഹയർ ചെയ്യും. ഇവിടെ ഇതുണ്ടോ പുറത്തു പോകുന്ന ഞങ്ങളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുക മുറിയുടെ ആ ഒരു വൃത്തിയുണ്ടോ, ആണ് മിസ്റ്റർ അഭിരാജ്. കുറച്ച് ചുളുങ്ങിയിരിക്കുന്നതിൻ്റെ സങ്കടമുണ്ട് കേട്ടോ ഇവിടെ. ഇത് പണ്ടോട്ടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു പ്രതിഭാസം. ഇത് എവിടെ പോയാലും ഏത് ഹോട്ടൽ റൂമിൽ താമസിച്ചാലും ഇങ്ങനെ ആയിരിക്കും. മിക്കവാറും ഇയാളുടെ ഒരു പാസം കണ്ട് ഒരു ഹയർ ഇയാളെ. അതെ, കാര്യം ചെയ്യാൻ ഇവിടെ ഒരു ബോയ് ആയിട്ട് നിന്നോ. നമ്മളിപ്പം അർത്തുങ്കൽ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് എൻ്റെ ഒരു നൊസ്റ്റാൾജിയ പുതുക്കാൻ വേണ്ടി ഞാൻ പോകുന്നത്. ഞാൻ പണ്ട് കൊച്ചിലെ ഇവനുമായിട്ടോ ഗൈസ്, ഇതാണ് കേട്ടോ അർത്തുങ്കൽ പള്ളി. ഈ മാരാരി ബീച്ചും അർത്തുങ്കൽ പള്ളിയും എല്ലാം എൻ്റെ ഓർമ്മകളിലെ ഓരോ ഈടുകളാണ്. കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് എൻ്റെ അച്ഛൻ ചേർത്തലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെയൊക്കെ വരുമായിരുന്നു. അന്ന് എത്ര മനോഹരമായിരുന്നു ലൈഫൊക്കെ. ഐ മിസ് ദാറ്റ് സോ മച്ച്. ഈ അർത്തുങ്കൽ പള്ളിയെക്കുറിച്ച് എനിക്കുള്ള ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഒരു കടപ്പുറം, സൈഡിൽ ഒരു പുഴ ഒഴുകി വന്ന് കടലിൽ ചേരുന്നു, സൈഡിൽ ഒരു പള്ളി, അതിൻ്റെ മുന്നിൽ ഫ്രണ്ട്സുമായി സംസാരിച്ച് നിൽക്കുന്ന എൻ്റെ അമ്മ. ഞാൻ ആ പുഴയിൽ നിന്നും ശംഖുകൾ പെറുക്കുന്നു, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലേ ഗൈസ് കാര്യം അറിഞ്ഞത്, ഈ കടപ്പുറത്തിൻ്റെ സൈഡിലല്ല പള്ളി. ഈ പള്ളിയിൽ നിന്നും കുറേ ദൂരെയാണ് കടപ്പുറം.
എൻ്റെ ഓർമ്മയിൽ എങ്ങനെയാണ് ഈ പള്ളിയും കടപ്പുറം അടുത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തെറ്റിപ്പോയതാണോ അതോ ഇവിടുത്തെ നാട്ടുകാർക്ക് തെറ്റിപ്പോയതാണോ എന്നറിയാൻ വേണ്ടി ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുക്ക വരെ ചോദിച്ച് ഞാൻ കൺഫേം ചെയ്തു പോയി. കാരണം എനിക്ക് കുറച്ച് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു തന്നു. ബാക്കിലെ പള്ളിയാണ് 1581 സെന്റ് ആൻഡ്രൂസിന്റെ തീരാജനത്തിൽ ആശ്രയിച്ച പള്ളിയാണ് ബാക്കിലെ പള്ളി. പിന്നെ ഇതെന്ന് പറയുമ്പോൾ 1910 ഇതിന്റെ പണി തുടങ്ങണം. ഇതിന്റെ പണി തീർന്ന 1967 57 വർഷം കൊണ്ട് പണിത പള്ളിയാണ്. അതാ ഈ പള്ളിയുടെ റൈറ്റ് സൈഡിലേക്ക് രൂപം 50 രൂപ കിട്ടും. അതാണ് നമ്മൾ കൊണ്ടുപോകുന്ന രൂപം എന്നുള്ളത്. 379 വർഷം പഴക്കമുണ്ട്. അതാ. അപ്പം എല്ലാം മനസ്സിലായല്ലോ. ഈ പള്ളി തന്നെയാണ് എൻ്റെ ഓർമ്മയിലെ പള്ളി, ആ കടപ്പുറം തന്നെയാണ് എൻ്റെ ഓർമ്മയിലെ കടപ്പുറം. പക്ഷേ ഇത് രണ്ടും കൂടെ അടുത്ത് വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞ് എന്നെ അബി ഒരുപാട് കളിയാക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ 2 സൈഡിലും ക്രിസ്തുവിൻ്റെ ആദ്യം തൊട്ട് അന്ത്യം വരെയുള്ള എല്ലാ പ്രധാന സംഭവങ്ങളും സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് വഴി ഫേമസ് ആയ തണ്ണീർമുക്കം ബണ്ടിലൊന്ന് ഇറങ്ങി അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. വീട്ടിലേക്ക് മടക്കയാത്രയായി എന്നോർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അതാ ഒരാൾ എൻ്റെ അടുക്ക് വന്ന് പറയുന്നു, നമ്മൾ വീട്ടിലേക്കല്ല, നമ്മൾ പുതിയൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത്, അബാദ് വിസ്പറിംഗ് പാംസ്. 1 മണിക്കായിരുന്നു ഉച്ചയ്ക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ കുമരകം കിളിക്കൂട്ടിൽ പോയി ഫുഡും കഴിച്ച് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചിട്ട് വന്നു. പക്ഷേ ഇവിടുത്തെ ചൂട് കാരണം യുവി ഭയങ്കര അസ്വസ്ഥനായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അബാദിലേക്ക് പോയി. അബാദിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Then Plans of Air signing off. Bye bye, see you.